പ്രഭ 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 എന്താ? എന്താ സിദ്ധു, എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലേ. ഈ കാണിക്കുന്ന എന്തു ഭാവിച്ചിട്ടാ? എന്താ? താൻ ആർക്കെങ്കിലും ഫോൺ ചെയ്തോ? എന്താ എന്താ നിന്റെ അമ്മയോട് ചോദിക്കും, പറഞ്ഞുതരും. എന്താ അമ്മേ? അമ്മേ ഒന്ന് പോന്നെന്താ? അച്ഛൻ കാര്യം പറ. നിന്റെ അമ്മ പ്രസിഡന്റിനെയും മിനിസ്റ്ററെയും വിളിച്ചിരിക്കുന്നു. അതിനെന്താ? അതിനെന്താണോ? എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കും. എന്തിനാ? ദേവിയെ മത്സരത്തിൽ നിന്ന് പിൻവലിക്കണം. എന്താ അമ്മ കേൾക്കുന്നേ? അച്ഛൻ പറഞ്ഞ വാസ്തവാണോ? നീ ചോദിക്കുന്നത് കേട്ടാൽ ഇതെന്തോ ലോകാത്ഭുതമാണെന്ന് തോന്നുമല്ലോ, അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം പോലെ. ഞാൻ വിളിച്ചത് സീരിയസ് ആയിട്ട് തന്നെയാ, മത്സരിക്കാൻ വേണ്ടിയിട്ട്. എത്ര കൂളായിട്ടാ പറയുന്നത്, വിളിച്ചത് മത്സരിക്കാൻ തന്നെയാണെന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമേ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പ്രഭയാണ്. തന്നോട് ഞാൻ നേരിട്ട് ചോദിക്കുകയല്ല, മത്സരിക്കാൻ അപേക്ഷിച്ചു, നിർബന്ധിച്ചു. രജനിയും ഭാർഗവിയും നന്ദനും ഒക്കെ മത്സരിക്കാൻ പറഞ്ഞു. അന്ന് കുറെ ന്യായമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു നിന്നു. സ്ഥാനാർത്ഥി അവൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇറങ്ങണമായിരുന്നു. അതെ, അമ്മ അന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്തിനാ സീറ്റ് ആവശ്യപ്പെടുന്നേ? അന്ന് എനിക്ക് വേണ്ടാന്ന് തോന്നി, ഇന്ന് എനിക്ക് മത്സരിക്കണമെന്ന് തോന്നുന്നു, അത്ര തന്നെ. പ്രഭ, ദേവിയോടുള്ള പകയല്ലേ താൻ ഞാൻ ചീപ്പ് കളികളിലൂടെ തീർക്കുന്നത്? പാർട്ടി നേതാക്കളുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ലായിരുന്നു. എന്താ സംഭവിക്കുന്നത് അറിഞ്ഞ് അവരാകെ അന്തം വിട്ടിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ അഭിമാന പോരാട്ടോ. എത്രയോ കാലമായി ഞങ്ങളുടെ കയ്യിലുള്ള സീറ്റാ. പ്രതിപക്ഷമാണെങ്കിൽ നിർത്താൻ സ്ഥാനാർത്ഥിയെ കിട്ടാതെ ഓടി നടക്കുക. അങ്ങനെ വിജയം ഏതാണ്ട് ഉറപ്പായ സമയത്താ ഇങ്ങനെയുള്ള നാടകമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നാടകോ? എന്തു നാടകം? പറഞ്ഞില്ലേ, ഞാൻ മത്സരിക്കാൻ വേണ്ടി തന്നെയാ വിളിച്ചത്. അതെന്തിനാണെന്നറിയോ? നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും ഒരു പെണ്ണിന്റെ അടിമയായി പോവാതിരിക്കാൻ. പാർട്ടിയെ അരുന്ധതി വിലയ്ക്ക് വാങ്ങാതിരിക്കാൻ. എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? ഒരു അരുന്ധതിയെ കുറിച്ചും പാർട്ടിക്ക് അറിയില്ല. ദേവികയുടെ മാഡമായി പോയതിന്റെ പേരില് താൻ ആ സ്ത്രീയെയും കൂടി ഇനി തർക്കത്തിലേക്ക് വലിച്ചിടണ്ട. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലറിയും. പ്രഭ, ഞാൻ കാര്യമായിട്ടും ശാന്തമായിട്ടും പറയാ, ദയവായി താൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഒട്ടും സമയം കളയാൻ പറ്റില്ല. സിദ്ധാർത്ഥൻ എന്ന ആളിന്റെ വ്യക്തിപരമായ കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ്. പ്രസ്ഥാനത്തിന്റെ ആയിരക്കണക്കിന് ആളുകൾ ചോരയും നീരും നൽകി പ്രവർത്തിക്കുക. വിജയത്തെ പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും നീക്കം തന്റെ ഭാഗത്തുനിന്നുണ്ടായാ എന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ല.